ആലപ്പുഴ ചേർത്തലയിൽ കൊലക്കേസ് പ്രതി വിചാരണാ ദിവസം ജീവനൊടുക്കി. കടക്കരപ്പള്ളി നികർത്തിൽ രതീഷിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2021 ഭാര്യ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊലപാതകം നടന്ന വീട്ടിൽ തന്നെയാണ് രതീഷും തൂങ്ങി മരിച്ചത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, എപ്പോഴാണ് ഈ ആത്മഹത്യ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്? വിവരങ്ങൾ. 2021 നാടിനെ മൊത്തത്തിൽ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു രതീഷ് നടത്തിയത്. അന്ന് രതീഷിനെതിരെയുള്ള സാഹചര്യ തെളിവുകളൊക്കെ രതീഷിനെതിരാവുകയും കോടതി പോലീസ് രതീഷിനെ കുറ്റക്കാരനാക്കി പ്രതി ചേർത്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് രതീഷിന് ജാമ്യം കിട്ടുന്നത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രതീഷ് പിന്നീട് മുങ്ങുകയായിരുന്നു. തുടർന്ന് കോടതി കർശന നിർദ്ദേശം നൽകി രതീഷിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്ന്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രതീഷിനെ ഇന്നലെ രാത്രി 9:30 തന്നെ സ്വന്തം വീട്ടിൽ തൂങ്ങി വെച്ച നിലയിൽ കണ്ടെത്തിയത്. സാധാരണഗതിയിൽ രതീഷ് കൊല്ലത്തേക്കൊക്കെ നാട് കടക്കാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതിന് കൂട്ടത്തിലാണ് പോലീസ് ഈ വീട്ടിൽ കൂടെ ഒരു അന്വേഷണം നടത്തുന്നത്. അങ്ങനെ നടത്തിയപ്പോഴാണ് ഇന്നലെ രാത്രി ഈ രതീഷ് കൊലപാതകം നടത്തിയ ഇതേ വീട്ടിൽ തന്നെ രതീഷിനെ ഏകദേശം ഒരു 9:00 തന്നെ തൂങ്ങി വെച്ച നിലയിൽ കണ്ടെത്തിയത്. ലക്ഷ്മി പത്മ. കൊലക്കേസ് പ്രതിയാണ് വിചാരണാ ദിവസം ജീവനൊടുക്കിയിരിക്കുന്നത്. ആലപ്പുഴ ചേർത്തലയിൽ ആണ് സംഭവം. ഭാര്യ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. വിചാരണാ ദിവസം ജീവനൊടുക്കുകയായിരുന്നു. ആലപ്പുഴയിൽ നിന്നും മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.